ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് ഓൺലൈൻ ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരെല്ലാം പലരും ചെയ്യുന്നത് മൊബൈൽ ഉപയോഗിച്ചിട്ടോ വീഡിയോ എടുത്തിട്ടോ ഒക്കെയാണ്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മളൊരു എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നമുക്ക് നമ്മുടെ യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിലേക്കോ എങ്ങനെ പോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി എങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി ഒരു സോഫ്റ്റ്വെയർ ആവശ്യമുണ്ട്. അതിനാണ് OBS സ്റ്റുഡിയോ എന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കുക, സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ സൈഡിലായിട്ട് സോഴ്സ് എന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴത്തായിട്ട് ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതിൽ ഒരു പോപ്പപ്പ് മെസ്സേജ് അവിടെ കാണാം. അവിടെ നിങ്ങൾ ഓക്കെ എന്നതിൽ പ്രസ് ചെയ്യുക. ഓക്കെ എന്ന് പ്രസ് ചെയ്ത് വീണ്ടും ഒരു പോപ്പപ്പ് വരും. അവിടെ നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ളൊരു മുന്നൊരുക്കം ആയി കഴിഞ്ഞു. ഇനി സൈഡിൽ കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. അതിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് റെക്കോർഡിംഗ് ആയപ്പോൾ നമ്മളുടെ സ്റ്റാർട്ട് റെക്കോർഡിംഗ് എന്ന ഭാഗം സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നായി മാറി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അവിടെ സ്ക്രീൻ റെക്കോർഡായി തുടങ്ങി. ഇനി നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട കാര്യങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ടോ നമുക്ക് നെറ്റ് വഴിയോ യൂട്യൂബ് വഴിയോ എന്ത് വഴിയോ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ സ്റ്റുഡിയോയിൽ പോവുക. അതിനുശേഷം സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഇത്ര മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിന് ശേഷം നമുക്ക് വേറെ എന്തെങ്കിലും അതിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത ഫയൽ എവിടെയാണ് കാണുക എന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാകും. എവിടെയാണ് സേവ് ചെയ്യുക? അതിനായിട്ട് നിങ്ങൾ ഈ സ്റ്റുഡിയോയുടെ മുകളിലുള്ള ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ഷോ റെക്കോർഡിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണോ ഇത് റെക്കോർഡ് സേവ് ആവുന്നത് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഡേറ്റ്, അതേപോലെ സമയം, ആ സമയത്തിൻ്റെ ഇതിൽ ഏത് റെക്കോർഡിംഗ് ആണോ അവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇവിടെ ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാവും ചെയ്യുന്നതെങ്കിൽ ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളത് കാരണമാണ് പല റെക്കോർഡിങ്ങും ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ റെക്കോർഡിംഗ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ആ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സുരക്ഷിതമായിട്ട് വേറെ സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുകയോ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇനി കുറേ എണ്ണം റെക്കോർഡിങ്ങുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റും സമയം നോക്കി ആ വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് പോകാം.